വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്ന ചോദ്യം കോൺഗ്രസിന്റെ പുനരധിവാസം എവിടെയെന്നാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ തറക്കല്ലിടൽ ഇന്ന് നടത്തും, അതായത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായ ഇന്ന് നടത്തുമെന്ന് ടി സിദ്ദിഖ് MLA ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ ചടങ്ങ് നടന്നില്ല. എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ MLA തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. അങ്ങ് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത് ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തിൽ ഈ മുണ്ടക്കൈ ചുരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ തറക്കല്ലിടൽ നടക്കുമെന്ന്. ഇന്നത് നടന്നില്ല. എന്താണ് സംഭവിച്ചത്? ഒന്ന്, ഇന്ന് നടക്കും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കോൺഗ്രസ് ജന്മദിനത്തിൽ ആ വീടുകളുടെ തറക്കല്ലിടൽ നടക്കണം എന്നാണ് ആഗ്രഹം എന്നുള്ളതാണ് അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് ഈ പദ്ധതിയിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. ഞങ്ങൾക്ക് സ്ഥലം ലഭ്യമാകുന്നതിന് വന്നതായ കാലതാമസം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് നേരത്തെ തന്നെ തുറന്നു പറഞ്ഞതാണ്. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുകയും ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുകയാണ്. ഒന്ന്, ഞങ്ങളിതിൻ്റെ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തു. അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഭരണപരമായി പരിശോധിക്കപ്പെടേണ്ട ഘടകങ്ങളുമൊക്കെ ഞങ്ങൾ പരിശോധിപ്പിച്ച് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എടുത്ത് അഡ്വാൻസ് കൊടുത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ഫൈനൽ സ്റ്റേജിലാണ്. ഒന്ന്. രണ്ട്, 4-5 തീയതികളിൽ KPCCയുടെ സമ്പൂർണ്ണ പ്രത്യേക സെഷൻ വയനാട്ടിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ആ വയനാട്ടിൽ വെച്ച് നടക്കുന്നതോടുകൂടി ഇതെല്ലാം തന്നെ പ്രാവർത്തികമാകും. 10-ാം തീയതിക്കകം, ഞാൻ ഡേറ്റ് മാറ്റി പറയല്ല, ഇപ്പം ഇന്ന് 28-ാം തീയതി നടക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അത് ഞങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. 10-ാം തീയതിക്കകം ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ഇതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള തറക്കല്ലിടലും അനുബന്ധ കാര്യങ്ങളും നിർമ്മാണ പ്രവർത്തികളൊക്കെ തുടങ്ങിക്കഴിയും. ഞങ്ങളതിൻ്റെ ബെനിഫിഷ്യറീസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ മീറ്റിംഗ് ഇന്നും നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സും പരിപാടികളെല്ലാം കൃത്യതയോട് കൂടി കൊണ്ടുപോകുന്നു. ഒരു ഇഞ്ച് അതിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ ഇപ്പോൾ CPM സൈബർ ഹാൻഡിലുകൾ ഒരു കാര്യം പ്രചരിപ്പിക്കുന്നുണ്ട്. സർക്കാരിൻ്റെത് ഗംഭീരമായി പോകുന്നു, കോൺഗ്രസ് പറഞ്ഞ വാഗ്ദത്തം പാലിച്ചില്ല. സർക്കാർ എന്ന് പറഞ്ഞാൽ CPM ആണ് എന്നുള്ളൊരു വിവക്ഷയിലാണ് അവർ പറയുന്നത്. ഞാനവിടെ എലസ്റ്റൺ എസ്റ്റേറ്റ് ഈ ആളുകളുടെ പുനരധിവാസ പ്രവർത്തനത്തിൽ ഒരു മാസത്തെ ശമ്പളം സർക്കാരിന് കൊടുത്ത ആളാണ് ഞാൻ. UDFന്റെ മുഴുവൻ MLA മാരും കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെ കുടുംബശ്രീ 100 വീടിന് കൊടുത്തു. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് കർണാടക ഗവൺമെന്റ് 100 വീടിൻ്റെത് കൊടുത്തു, സർക്കാരിലേക്ക് കൊടുത്തു. എല്ലാം ഞങ്ങളൊക്കെ സർക്കാരിലേക്ക് കൊടുത്തേ. അപ്പോൾ അവിടെ ഉയരുന്ന ടൗൺഷിപ്പ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹമാണ്, അതിജീവനത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ ഭാഗമായി നിലകൊണ്ടവരാണ് ഞങ്ങളൊക്കെ. പിന്നെ കോൺഗ്രസ് പറഞ്ഞതായിരിക്കുന്ന വീടുകൾ, ആ വീടുകൾ സമ്പൂർണമായി നടപ്പിലാക്കിയിരിക്കും. ഒരു ഇഞ്ച് അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഒന്ന് ചോദിക്കാം, അത് ഭൂമി കണ്ടെത്തി രജിസ്ട്രേഷൻ നടപടികളോടെ തുടങ്ങുന്നു. ഭൂമി കണ്ടെത്തി കഴിഞ്ഞ് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാകുന്നത് ചെറിയ ദിവസങ്ങൾ, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അതിന് പൂർത്തിയാക്കാൻ എടുക്കുള്ളൂ. പൂർത്തിയാക്കാൻ എടുക്കുള്ളൂ. അത് നമ്മുടെ കൽപ്പറ്റ സറൗണ്ടിങ്സിൽ തന്നെയാണ് ഇതിന്റെ ഭൂമിയും കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കും. അത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം സ്ഥലവും പറയും. ഞങ്ങളെ ഡിസൈൻ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഏജൻസിയെ അതും നിയോഗിച്ചു. നിർമ്മാണ പ്രവർത്തനത്തിനുള്ള കമ്പനിയുമായിട്ടുള്ള സംസാരവും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏതാ എത്ര ഏക്കർ ലാൻഡ്, എത്ര ഉണ്ട് അളവ്? 10 ഏക്കറയോളം വരുന്ന ഭൂമിയാണ് ഞങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നത്. 100 വീടുകളാണോ? 100 വീടുകളാണ് കോൺഗ്രസ് വിഭാവനം ചെയ്തത്. കോൺഗ്രസ് വിഭാവനം ചെയ്ത 100 വീടും പൂർത്തീകരിച്ച് കൊടുക്കും. ഒന്നുകൂടി, അതായത് യൂത്ത് കോൺഗ്രസ് ഒരു 30 വീട് പ്രഖ്യാപിച്ചതിന്റെ ഫണ്ട് ശേഖരണം നടത്തിയിരുന്നു ചലഞ്ചിലൂടെ. അത് ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതെ അത് യൂത്ത് കോൺഗ്രസ്, അത് KPCC ആണ് പറയേണ്ടത്. കോൺഗ്രസ്, ഞാനിപ്പോ യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി എങ്ങനെ വരും എന്നുള്ളതൊക്കെ നേതൃത്വം പറയും. അതിന് ഞാൻ അത് പറയാൻ ഉത്തരവാദപ്പെട്ട ആളല്ല. പക്ഷേ പാർട്ടി വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതി 100% നടന്നിരിക്കും. അങ്ങനെ ഒരു തർക്കം വേണ്ട. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉന്നത വിദ്യാഭ്യാസത്തിലെ 134 കുട്ടികളുടെ പഠനം ഏറ്റെടുത്താണ്. MLA എന്ന നിലയ്ക്ക് ഞാനത് അവിടെ
എനിക്ക് പിന്നെ തണലിന്റെ സഹായത്തോടു കൂടി അവിടെയുള്ള പിന്നെ കുട്ടികളെ മുഴുവൻ ഡാറ്റ ശേഖരണത്തിന് തണലിന്റെയും മറ്റുള്ളവരുടെയും സഹായത്തോടു കൂടി ഞങ്ങൾ മുഴുവൻ ക്രമീകരണം നടത്തി ഡാറ്റ ശേഖരണം നടത്തി 134 കുട്ടികളുടെ പഠനം ഇന്ന് സമ്പൂർണ്ണമായി മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായത്തോടു കൂടി നടക്കുകയാണ്. അതിന്റെ പഠനം കഴിഞ്ഞ കുട്ടികളുടെ പ്ലേസ്മെന്റ് നടക്കുകയാണ്. അതിനുവേണ്ടി മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ഫിനിഷിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ആ സ്കൂളിൽ 3 ദിവസത്തെ ട്രെയിനിങ് ഇന്ന് കുട്ടികൾക്ക് കഴിഞ്ഞു. 14 കുട്ടികൾ. ഞാൻ അതിന്റെ സെഷനിൽ ഞങ്ങൾ ഈ ഇപ്പോ പുനരധിവാസം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലല്ല, വീട് മാത്രമല്ല. ഞങ്ങൾ സർക്കാരിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു, നിങ്ങൾ എത്ര ആളുകൾക്ക് ജോലി കൊടുത്തു? നിങ്ങൾ എത്ര ആളുടെ കടമെഴുതി തള്ളി? നിങ്ങൾ എത്ര ആളുകളുടെ കൃഷിയുടെ പരിഹാരം കൊടുത്തു? നിങ്ങൾ എത്ര ആളുകളുടെ ജീവനോപാധി തിരിച്ചു കൊടുക്കാൻ സർക്കാർ നേതൃത്വം കൊടുത്തു? ഹയർ എഡ്യൂക്കേഷൻ സെഗ്മെന്റിൽ എന്ത് ചെയ്തു? ഇവർ വിചാരിക്കുന്നത് വീടാണ് പുനരധിവാസം എന്നുള്ളതാണോ? വീട് അതിൽ ഒരു ഭാഗം മാത്രമാണ്, ബാക്കി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ആ നിലയ്ക്കാണ് സമഗ്രമായ ഒരു വളരെ സീരിയസ് ആയിട്ടാണ് കോൺഗ്രസ് പോകുന്നത്. അതിനനുസരിച്ച് നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്കെതിരായിട്ടുള്ള ആക്ഷേപം ഒരു 10 ദിവസം കൂടെ നിൽക്കും. ഒരു 10 ദിവസം കൂടെ ഏറി വന്ന 10 ദിവസം കൂടെ നിൽക്കും കോൺഗ്രസിനെതിരായിട്ടുള്ള ആക്ഷേപം. 10 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ട്രക്ചർ ഉയരും. എന്തായാലും 10 ദിവസത്തിനകം കോൺഗ്രസ് പ്രഖ്യാപിച്ച പദ്ധതിയുടെ വീട് നിർമ്മാണ പദ്ധതിയുടെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കും എന്നാണ് ടി സിദ്ദീഖ് MLA വിശദീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തികളും ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലീലിനോടൊപ്പം ഷബീർ ഒമർ, മീഡിയ 1, കോഴിക്കോട്.